ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ത്രീ ഫേസ് മീറ്റർ ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ത്രീ ഫേസ് മീറ്റർ ബോക്സിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കോപ്പർ എത്ര ഗേജിൻ്റെയാണ് വരുന്നത്, എത്ര ഫ്യൂസാണ് വയ്ക്കേണ്ടത്, എത്ര എണ്ണമാണ് വയ്ക്കേണ്ടത്, ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ മീറ്റർ ബോക്സ് വെക്കുന്നത് തന്നെ നമുക്ക് പുറത്തു നിന്ന് റീഡിങ്ങിന് വരുന്ന സമയത്ത് കറക്റ്റ് കാണുന്ന രീതിയിലായിരിക്കണം ഹൈറ്റ് വരേണ്ടത്. അതായത് നമ്മുടെ കണ്ണിനോട് ചേർന്ന്, അതായത് നമ്മളൊരു സാധാരണ നോർമൽ ഹൈറ്റുള്ള ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് റീഡിങ് കാണുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ മീറ്റർ ബോക്സ് വെക്കുന്നത്. പിന്നെ 3 ഫ്യൂസാണ് ത്രീ ഫേസിന് വയ്ക്കുന്നത്. RYB എന്ന് പറയും. 3 ഫേസ്, റെഡ്, യെല്ലോ, ബ്ലൂ, അങ്ങനെ 3 ഫേസാണ് വരുന്നത്. ഈ 3 ഫേസുമാണ് നമ്മുടെ ത്രീ ഫേസ് മീറ്റർ ബോക്സിന് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഫേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 കൂടിയിട്ട് ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഫേസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. 3 ഫ്യൂസായിട്ട് വെച്ച് നമ്മുടെ അകത്തേക്ക്, നമ്മുടെ DBയുടെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് 3 ഫ്യൂസിന് വെച്ച് 3 ഫേസാണ് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂട്രൽ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ പറയുന്ന RYB എന്ന് പറയുന്ന 3 ഫേസ് കൊടുത്തതിന് ശേഷം ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുത്തതിന് ശേഷമാണ് കൊണ്ടുവരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 32 ആംസ് 415 വോൾട്ടിൻ്റെ 3 ഫ്യൂസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആവറേജ് നമുക്ക് 32 ആംസ് വരെ മാക്സിമം ആംബിയർ വരെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂസ് യൂണിറ്റും, പിന്നെ താഴെ നമ്മൾ ന്യൂട്രൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ലിങ്ക് കൊടുത്തിരിക്കുന്നത് 100 ആംബിയർ വരെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന ന്യൂട്രൽ ലിങ്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് 3 ഫേസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 ഫേസ് ത്രീ ഫേസ് കണക്ഷൻ്റെ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. സിംഗിൾ ഫേസ് കണക്ഷനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സിംഗിൾ ഫേസ് വരുന്നത് 3 ഫേസും കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്ത് വരുന്ന സിംഗിൾ ഫേസിൻ്റെ എല്ലാം കൂടി ഒന്നിച്ച് ഫേസുകളെല്ലാം കൂടി കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ന്യൂട്രൽ ആണെങ്കിൽ വരുന്ന ന്യൂട്രൽ നേരെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ത്രീ ഫേസിൽ വരുത്തിയിരിക്കുന്ന 2 എർത്തുകളാണ് നമ്മൾ നോർമൽ ചെയ്യുന്നത്. ത്രീ ഫേസിന് വേണ്ടിയിട്ട് 2 എർത്ത് ചെയ്യുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ എന്ന് വെച്ചാൽ 12ൻ്റെ കോപ്പറാണ് ഉപയോഗിക്കുന്നത്. 12 ഗേജ് വരുന്ന കോപ്പറുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. റോഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പൈപ്പുകളും വരുന്നുണ്ട് ഓൾറെഡി. നമുക്ക് പണ്ടത്തെ രീതിയിലുള്ള GA പൈപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോഡ് കാര്യങ്ങൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിപ്പോൾ 2 എർത്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 2 എർത്ത് നമ്മൾ സെപ്പറേറ്റ് താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം കമ്പി കാര്യങ്ങൾ ഇട്ടതിന് ശേഷം താഴെ നമ്മൾ എർത്ത് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ എർത്ത് കൊണ്ടുപോയിരിക്കുന്ന 2 വയറുകളായിട്ടാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. 2 2.5ൻ്റെ വയർ നേരെ നമ്മൾ DBയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന ഹൈറ്റ് കണ്ട ആ ഹൈറ്റിലായിരിക്കണം നമുക്ക് എപ്പോഴും മീറ്റർ ബോക്സ് വെക്കേണ്ടത്. കാരണം പുറത്ത് നിന്ന് KSEBയിൽ നിന്ന് റീഡിങ് എടുക്കാൻ ആൾ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് മെഷർമെൻറ്റ് കാണുന്ന ഹൈറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5-5.5 അടിക്ക് ഇടയ്ക്കായിരിക്കണം അതിൻ്റെ ഐസൈറ്റ് വരേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആളുകൾക്ക് കറക്റ്റ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മീറ്റർ ബോക്സ് നമ്മൾ വെക്കേണ്ട ഹൈറ്റും, അതുപോലെ തന്നെ എത്ര ഫ്യൂസാണ് വെക്കേണ്ടത്, എത്ര ആംബിയർ വെക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.